ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ടിൽ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്? 28ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. പേജ് നമ്പർ വരുന്നത് 300 ആണ്. പേജ് നമ്പർ വരുന്നത് 300 ആണ്. ബോക്സ് ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അല്ലെ. മുകളിൽ നോക്കിയാൽ മതി. ആ പേജ് നമ്പറിൽ മുകളിലുണ്ട് അല്ലെ, 300ാമത്തെ പേജിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ബോക്സുകൾ നമ്മൾ പല ചാപ്റ്ററിലും കാണാൻ സാധിക്കും. അതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തൊട്ട് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഏതാണ്? പ്രിവെന്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞില്ലായിരുന്നു. 3 മാസം എന്നുള്ള ആൻസർ കിട്ടിയില്ലേ? ആ ഒരു ചോദ്യം എന്ത് ചെയ്യുക, പേജ് നമ്പർ ആ ഒരു പോർഷനും പേജ് നമ്പർ 62 ബോക്സിൽ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ബോക്സിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് കേട്ടോ. ബി ആണ്. 1949 വാസ് കാൾഡ് ദ LOC ആഫ്റ്റർ 1972. LOC എന്ന് പറയുമ്പോൾ എന്താണ്? ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ്. ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 7ൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതോ എഴുതിയാൽ മതി. നമ്മൾ രണ്ടും പറയുന്നു എന്ന് മാത്രം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ്. താഴെ തന്നിട്ടുള്ളത് ഏതാണ് ഇൻകറക്റ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്, ഏതാണ് തെറ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അത് വരുന്നത് പേജ് നമ്പർ 297 ആണ് വരുന്നത്. ചാപ്റ്റർ 28 തന്നെയാണ്. ചാപ്റ്റർ 28 ആണ്. പേജ് നമ്പർ 297 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ എന്താണ് ആൻസർ നോക്കാം. ഓരോന്നും നമുക്ക് വിശദീകരിക്കാം. ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്നത് ഡ്യൂറന്റ് ലൈൻ ഈസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. കറക്റ്റ് ആണോ? തെറ്റാണ്. ഇതെന്താണ്? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാന്റെയും അല്ലെ ബൗണ്ടറി ലൈൻ ആണ്. അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ബൗണ്ടറി ലൈൻ ആണ് എന്ത്? ഡ്യൂറന്റ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ആൻസർ. എന്നാലും ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്നുള്ളൂ. ദ മക്മോ ലൈൻ ഈസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡർ ലൈൻ ആണെന്ത്, അല്ലെങ്കിൽ ബൗണ്ടറി ലൈൻ ആണെന്ത്? മക്മോ ലൈൻ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്? റാഡ്ക്ലിഫ് അല്ലെ. റാഡ്ക്ലിഫ് ലൈൻ ഈസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബൗണ്ടറി ലൈൻ പറഞ്ഞ പേരാണ് ഈ പറഞ്ഞത്. ക്ലിയർ? അപ്പൊ ഇതെല്ലാം ക്ലിയർ ആണ് അല്ലെ, ശരിയാണ്. അപ്പൊ 1ാമത്തെ മാത്രമേ തെറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ഡ്യൂറന്റ് ലൈൻ എന്നുള്ള ആ ഒരു ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഓപ്ഷൻ എ ഇടുക, അതിൽ പറഞ്ഞ കാര്യങ്ങളും എഴുതി വെക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അടുത്തത് 8th ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഇൻകറന്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ അല്ലെ. പഞ്ചശീല തത്വവുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഏതാണെന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ 3 എന്താണ്? പഞ്ചശീല തത്വങ്ങളിൽ പെട്ടതാണ്. 1 മാത്രം അതിൽ പെടാത്തതാണ്. അപ്പൊ അതിൽ ഇൻകറന്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് എന്തറിയണം? പഞ്ചശീല തത്വങ്ങൾ അറിയണം അല്ലെ. ഈ പഞ്ചശീല തത്വങ്ങൾ ഏത് ചാപ്റ്ററിലാണ് പറയുന്നത്? 26ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 278 നോക്കുക. അതിലുണ്ട് പഞ്ചശീല തത്വങ്ങൾ. കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. എങ്കിലും നമുക്ക് ഓരോന്നും ചർച്ച ചെയ്യാം. 1ാമത്തെ കാര്യം എന്താ വരുന്നത്? മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. ഓരോ രാജ്യവും പരസ്പരം എന്ത് ചെയ്യാം, അവരുടെ അതിർത്തികൾ അല്ലെ, അവരുടെ അതിർത്തികൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ പരമാധികാരവും അംഗീകരിക്കുക എന്നുള്ളതാണ്. പരസ്പരം എന്ത് ചെയ്യുക, അവരുടെ
അതിർത്തികൾ അംഗീകരിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അവരുടെ പരമാധികാരവും അംഗീകരിക്കുക. അതേതാണ്? പഞ്ചശീല തത്വത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരസ്പരം എന്ത് ചെയ്യുക, ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതും പഞ്ചശീലത്തിൽ പെട്ടതാണ് അല്ലെ. മൂന്നാമത്തെ എന്താണ്? ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുക എന്നാണ് ഉദ്ദേശിച്ചത്. അത് പഞ്ചശീല തത്വപ്പെട്ടതാണോ? അല്ല അല്ലെ. മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് പെട്ടതല്ല? പഞ്ചശീല തത്വത്തിൽ പെട്ടത് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിലും നാലാമത്തെ ഓപ്ഷൻ പറയാം, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനപരമായിട്ട് സഹവർത്തിത്വം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് പഞ്ചശീല തത്വവുമായി ബന്ധമില്ലാത്തതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യമാണ് അല്ലെ. 9ാമത്തെ ചോദ്യം ഏത് ചാപ്റ്റർ ബന്ധപ്പെട്ടത് തന്നെയാണ്? 28ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അല്ലെ. 28ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് എന്ത്? ഷിംല കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, എന്താ പറഞ്ഞത്? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താണ്? 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളത് നോട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ എന്താ പറയുന്നത്? ഷിംല പാക്ട് എന്ന് പറഞ്ഞാൽ ഷിംല കരാറ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറല്ലേ, അത് കറക്റ്റ് ആണ്. അടുത്തെന്താ പറഞ്ഞത്? അണ്ടർ ദ ഷിംല പാക്ട് കാശ്മീർ ഇഷ്യൂ കനോട്ട് ബി റൈസ്ഡ് ഇൻ ദ ഇന്റർനാഷണൽ ഓർ എനി അതർ ഫോറം. ഇതും എന്താണ്? ഷിംല ആക്ടുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ, അതും കറക്റ്റ് ആണ് അല്ലേ. പിന്നെ അടുത്തെന്താണ്? ഷിംല ആക്ട് അല്ലെ, ഷിംല പാക്ട് ഓഫ് 1972 വാസ് വയലേറ്റഡ് ബൈ പാകിസ്ഥാൻ ഇൻ മെയ് 1999 അല്ലേ. അപ്പൊ അതെന്താണ്? അതും കറക്റ്റ് ആണ് അല്ലെ, പാകിസ്ഥാൻ വയലേറ്റ് ചെയ്തിട്ടുണ്ട് 1999. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ ഇതിലെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. എന്താണ്? 9ാമത്തെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഓവർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ഇനി ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ പറയുമ്പോൾ രണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. 9ലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സി ആണ് അല്ലെ. ഉത്തരം എന്താണ്? സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം എന്താണ്? കറക്റ്റ് അല്ല. ക്ലിയർ? അത് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്? 26ാമത്തെ ചാപ്റ്ററിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതിലെന്താണ്? ബാൻഡൂങ് കോൺഫറൻസ് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ചേരിചേരാ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്രോ ഏഷ്യൻ കൺട്രീസ് ആണ് ഇതിൽ പങ്കെടുത്തുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ആഫ്രോ ഏഷ്യൻ കൺട്രീസ് പങ്കെടുക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ ഒരു കോൺഫറൻസ് ആയിരുന്നു എന്ത്? ബാൻഡൂങ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അതിൽ 29 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്തോനേഷ്യയിലാണ് ഈ ബാൻഡൂങ് എന്ന് പറയുന്ന പ്ലേസ് വരുന്നത് കേട്ടോ. അവിടുത്തെ ഒരു സിറ്റി ആണ് ബാൻഡൂങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? 10ാമത്തെ ക്വസ്റ്റ്യന് എന്തുണ്ട്? 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അല്ലേ. ക്ലിയർ? ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറന്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ഇതും ഏത് ചാപ്റ്ററിലാണ്? 26ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം ഇത് ഏതാണെന്നുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഒന്നാമത്തെ കാര്യം എന്താണ്? നോൺ അലൈൻമെന്റ് എയിം ടു മെയിൻറ്റെയിൻ നാഷണൽ ഇൻഡിപെൻഡൻസ് ഇൻ ഫോറിൻ അഫയേഴ്സ്. ഇതെന്താണ്? കറക്റ്റ് അല്ലേ? നോൺ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തെന്താണ്? ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ജോയിനിങ് എനി മിലിറ്ററി അലയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. USA-യുടെയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെയും എന്താണ് നേതൃത്വത്തിൽ 2 സൈനിക സഖ്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ അതിലൊന്നും ചേരണ്ട എന്നുള്ളതാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിൽ പറയുന്നത്. അതും കറക്റ്റ് ആണ്. അടുത്തത് എന്താണ്? ഇതും പറഞ്ഞ പോലെ തന്നെ 2ന്റെ ഇടയിൽ നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അല്ലേ. ഒന്നിലും ചേരുന്നില്ല. USA-യുടെയും മിലിറ്ററി അലയൻസിലും ചേരുന്നില്ല, അതുപോലെ സോവിയറ്റ് യൂണിയന്റെ മിലിറ്ററി അലയൻസിലും ചേരുന്നില്ല. അപ്പൊ അതാണ് ന്യൂട്രലിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തെന്താ വരുന്നത്? അപ്പൊ അതും എന്താണ്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്.
ഇനി അടുത്തെന്താ, ഇറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് ജോയിനിങ് എനി മിലിറ്ററി അലിയൻസ് ഫോംഡ് ബൈ ദ USA ആൻഡ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഫേവർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കെന്താണ് ഏതെങ്കിലും ഒരു സഖ്യ അല്ലേ, ഏതെങ്കിലും ഒരു സൈനിക സഖ്യത്തിലേക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ അനുകൂലിക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അത് ആൻസർ ആണോ? നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഉദ്ദേശം അതാണോ? എഗെയിൻസ്റ്റ് ആണ് അല്ലേ, ഫേവർ അല്ല. ഈ പറഞ്ഞ സഖ്യ കക്ഷികളിൽ ചേരാൻ അവര് ഫേവർ ആണോ? അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് പറയാനുള്ളത്. ഇനി വരുന്നത് 10ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? അതില് എന്താണ്, 4 സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. ഇത് ശ്രീലങ്കയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്താണ്, റിലേഷനുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിലെന്താണ്, എയും ബിയും ഉണ്ട് അല്ലേ, എയും ബിയും സിയും ഡിയും, അതിൽ 2 സ്റ്റേറ്റ്മെന്റ് വരുന്നുള്ളൂ അല്ലേ. ഇത് രണ്ടും എന്താണ്, കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ശ്രീലങ്കയിലെ 2 ലാംഗ്വേജുകളാണ് ഇവിടെ വരുന്നത്, അത് കറക്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇതെന്താണ്, പാക്ക് കടലിടുക്കുന്നാണ് ഇതിന്റെ മലയാളം വരുന്നത് കേട്ടോ. ഇന്ത്യയിലെയും ശ്രീലങ്കയും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് പാക്ക് കടലിടുക്കെന്ന് പറയാം. ആ ഒരു ഇതില്ലേ, കടലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു സീ പോർഷനാണ് നമ്മൾ പാക്ക് കടലിടുക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അത് രണ്ടും കറക്റ്റ് ആണ്. അതാണ് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഡിസ്ആർമമെന്റ് അല്ലെ. അതിലേതാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്? ഈ 4 സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഉത്തരം ഇതിന്റെ എന്താണ്, ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. അടുത്തത് 12ാമത്തെ ചോദ്യമാണ് അല്ലെ. 12ാമത്തെ ചോദ്യവും 26ാമത്തെ ചാപ്റ്റർ തന്നെയാണ് വരുന്നത് അല്ലെ. ഇതെന്താണ്, ഡിസ്ആർമെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ വരുന്നത്. ഇതിലെന്താണ്, 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, എല്ലാം കറക്റ്റ്, ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പൊ ഇത് കറക്റ്റ് ആണ്, അതേപോലെ തന്നെ ഇതും കറക്റ്റ് ആണ്. ഇതിലെന്ത് ചെയ്യുക, സെക്കൻഡ് എന്നുള്ളത് ഫസ്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണ്, സെക്കൻഡ് ആയതുകൊണ്ട് അത് ഇൻകറക്റ്റ് ആണ്. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ഉള്ളത്. അത് ആൻസർ എന്താണ്, സി ആണ് വരുന്നത് കേട്ടോ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ വരുന്നത്, 12 കഴിഞ്ഞാൽ അടുത്ത എന്താണ്, 13 വരുന്നത്. 13 എന്താണ്, ഓപ്ഷണൽ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. ദ നമ്പർ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കൺട്രീസ് വിത്ത് യുണൈറ്റഡ് നാഷൻസ്. യുണൈറ്റഡ് നാഷൻസിന്റെ അംഗത്വമുള്ള നമ്പർ ഓഫ് മെമ്പർഷിപ്പ് എത്ര, ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? അപ്പൊ ഇതിൽ 203 ആണ് ഓപ്ഷൻ ഉള്ളത്. അടുത്ത 186 ആണ്, 192 ആണ്, 51 ആണ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ല. 193 ആണ് കറക്റ്റ് വരുന്നത്. പക്ഷെ നമുക്ക് എന്താണ്, ഓപ്ഷനിൽ എന്താണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, സി കൊടുക്കുക കേട്ടോ. അപ്പൊ സി നമുക്ക് കൊടുക്കാം. നമ്മൾ ആൻസർ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുക. അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ 193 എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി എന്നുള്ളത് ചൂസ് ചെയ്താൽ മതി. 192 കറക്റ്റ് ആൻസർ എത്ര, 193 ആണ് UN മെമ്പേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സിറ്റി ദ യുണൈറ്റഡ് നാഷൻസ് ചാർട്ടർ വാസ് സൈൻഡ് ഇൻ 1945 അല്ലെ. 1945 എന്ത്, യുണൈറ്റഡ് നാഷൻസിന്റെ ചാർട്ടർ ഒപ്പുവെച്ചത്. അത് ഏത് സിറ്റിയിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏത് സിറ്റിയാണ്? സാൻ ഫ്രാൻസിസ്കോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് സാൻ ഫ്രാൻസിസ്കോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തെന്താണ്, 14ാമത്തെ ചോദ്യം എന്താണ്, ദ UN ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഡാഷ് അല്ലെ. ഏതാണ് പറയുന്നത്, UN ഡേ എന്ന് പറയുന്നത് 24 ഒക്ടോബർ ആണ്. UN ഡേ എന്ന് പറയുന്നത് 24 ഒക്ടോബർ ആണ് അല്ലെ. ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ് ഡേ എന്ന് പറയുന്നു. ഹ്യൂമൻ റൈറ്റ് ഡേ എന്ന് പറയുന്നത് ഏതാണ്, ഡിസംബർ 10 ആണ്. ഹ്യൂമൻ റൈറ്റ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 10 ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെ പഠിക്കാം, റിപ്പബ്ലിക് ഡേ പഠിക്കണം, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തെന്താണ്, 15ാമത്തെ ക്വസ്റ്റ്യനാ വരുന്നത് അല്ലെ. ജനറൽ അസംബ്ലി ഇൻ ദ UN ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ജനറൽ അസംബ്ലിയിൽ എന്താണ്, എല്ലാ മെമ്പർമാരും ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെ. എല്ലാ മെമ്പർമാരും ഉള്ള അസംബ്ലിയാണ് എന്ത്, ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏതാ ഉത്തരമായിട്ട് വരേണ്ടത്, ഓപ്ഷൻ സി ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യമാണ് അല്ലെ. 16ാമത്തെ ചോദ്യം, എ പ്രിവിലേജ് ടു കാസ്റ്റ് എ നെഗറ്റീവ് വോട്ട് ഓൺ സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സ് ബൈ 5 പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി UN ഈസ് കോൾഡ്. എന്താ വരുന്നത്, 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം അല്ലെ.
5 പെർമനന്റ് മെമ്പേഴ്സിന് എന്ത് ചെയ്യുക, പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക അധികാരമുണ്ട്. അതാണ് എന്ത്, വീറ്റോ പവർ എന്ന് പറയുന്നത്. എന്താണ് വീറ്റോ പവർ എന്നാണ് പറയുക. ക്ലിയർ? 5 മെമ്പർമാരുണ്ടെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 4 ആളും എന്ത് ചെയ്യുക, അതിന് ഫേവറായിട്ട് വോട്ട് ചെയ്തു. ഒരാൾ എന്ത് ചെയ്തു, അതിന് നെഗറ്റീവ് വോട്ട് ചെയ്താൽ ആ ഒരു സംഭവം പാസ്സാവില്ല എന്നുള്ളതാണ്. ആ ഒരു പവറാണ് എന്ത്, വീറ്റോ പവർ എന്ന് പറയുന്നത്. ക്ലിയർ? 17ാമത്തെ ചോദ്യം, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിംഗ് ദ യുണൈറ്റഡ് നാഷൻസ് വാസ് ടു, അല്ലെ, യുണൈറ്റഡ് നാഷൻസ് ഫോം ചെയ്തതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താന്നുള്ളതാണ്. ഒന്നാമത്തെ മെയിൻറ്റെയിൻ വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി, അല്ലെ, കറക്റ്റ് ആണ്. അടുത്തെന്താണ്, ടു എൻഡ് ദ കോൾഡ് വാർ, അല്ലെ, അതും കറക്റ്റ് ആണ്. അടുത്തെന്താണ്, ടു പ്രൊമോട്ട് കൾച്ചറൽ ഹാർമണി, അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റുക, ഡി ആണ് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് വരിക കേട്ടോ. 18ാമത്തെ ചോദ്യം എന്താണ്, ദ മെയിൻ്റനൻസ് ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ UN ഈസ് റിസ്റ്റോർഡ് ബൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഏതാണ്, സെക്യൂരിറ്റി കൗൺസിലാണ്. ഏതാണ്, സെക്യൂരിറ്റി കൗൺസിലാണ്. ക്ലിയർ? ഇനി അടുത്തെന്താണ്, 19ാമത്തെ ചോദ്യമാണ്. 19ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്, അല്ലെ, 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. ദ ജഡ്ജസ് ഇൻ ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആർ അപ്പോയിന്റഡ് അല്ലെ. നമുക്കറിയാം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാന്നുള്ളതാണ് അല്ലെ. ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ബോത്ത്. സി ആണ് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ സി ആണ് വരിക, ബോത്ത്. ക്ലിയർ? ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും കൂടിയിട്ടാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി അതിൽ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു UN പീസ് കീപ്പിംഗ് ഫോഴ്സസ്? ഓക്കെ, അപ്പൊ അതില് ഇതെന്തായാലും വരൂല, നമുക്കറിയാം അല്ലെ. ഹെവി ആംസ്, ആയുധങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെ, അതെന്തായാലും വരൂല. പിന്നെ അടുത്ത എന്താ, ഇത് ക്യാരി ലൈറ്റ് ആംസ് അല്ലെ, ചെറിയ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ മാത്രം ഉപയോഗിക്കാം. അതേപോലെ തന്നെ ദേ ആർ അലൗഡ് ടു യൂസ് മിനിമം ഫോഴ്സ് അല്ലെ, മിനിമം ഫോഴ്സ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ള രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇത് വരൂല. അപ്പൊ ഇതാണ് ഓപ്ഷൻ വരുന്നത്, എയും ബി ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. ബോത്ത് എ ആൻഡ് ബി എന്ന് കൊടുക്കാം. ക്ലിയർ? ഇനി അടുത്തെന്താണ്, 20ാമത്തെ ചോദ്യമാണ് വരുന്നത് അല്ലെ. 20ലും ഇതേപോലെ എന്തുണ്ട്, 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് അല്ലെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് അഡോപ്റ്റഡ് ബൈ ദ UN കണ്ടെയ്ൻസ് റൈറ്റ് റിലേറ്റഡ് ടു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ്, ഇതെല്ലാം പെട്ടതാട്ടോ. ഈ 4 എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ക്ലിയർ? ഇനി അടുത്തെന്താണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് എംഫസൈസ്ഡ് അണ്ടർ ദി കോൺവെൻഷൻ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അതും എന്താണ്, ഓൾ ഓഫ് ദി അബോവ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ 7 മുതൽ എന്താണ് 20 വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൃത്യമായിട്ട് ചർച്ച ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യമെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.